നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. കോട്ടയത്ത് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും, എറണാകുളത്ത് ബുധൻ, വെള്ളി ദിവസങ്ങളിലും കടവന്തറ സെൻറ്ററിൽ പ്രാക്ടീസ് ചെയ്യും. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം അൾസറേറ്റീവ് കോളൈറ്റിസ് അഥവാ മലയാളത്തിൽ വൻകുടൽ വ്രണങ്ങൾ. കുടൽ സംബന്ധമായ രോഗങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ മെഡിക്കൽ വിങ്ങും ഉണ്ട്, സർജിക്കൽ വിങ്ങും ഉണ്ട്. ഞങ്ങളൊക്കെ MBBS പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വിഭാഗം ഇല്ലായിരുന്നു. MDക്ക് പഠിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിഭാഗം, MD കഴിഞ്ഞിട്ട് ആളുകൾ ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അവർ ഡീൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഈ അൾസറേറ്റീവ് കോളൈറ്റിസ്. ഇതിനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ കോശങ്ങൾ തന്നെ നമ്മൾ കോശങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രോഗമായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ആസ്മ രോഗികളിൽ, അല്ലെങ്കിൽ അലർജി സംബന്ധമായ ത്വക്ക് രോഗങ്ങളുള്ളവരിൽ, അല്ലെങ്കിൽ മറ്റുള്ള അലർജി ഇമ്മ്യൂണോളജി രോഗങ്ങളുള്ളവരിൽ ഇത് സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. ഇതോടൊപ്പം അല്ലെങ്കിൽ ഇത് കൂടാതെ കാണുന്ന ഒരു കോമൺ ഡിസീസാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൽ തമ്മിലുള്ള ഡിഫറൻസ്, ഇത് കുറച്ചുകൂടെ തീവ്രമായ രോഗമാണ്. അത് വൻകുടലിലാണ് ഇത് ബാധിക്കുന്നത്. ചെറുകുടലിൽ ബാധിക്കുന്നതാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സ്ഥായിയായിട്ടുള്ള വയറുവേദന, ഒരു നിയന്ത്രണവും അല്ലെങ്കിൽ ഒരു കൺട്രോളും അല്ലെങ്കിൽ ഒരു നിശ്ചയവുമില്ലാതെയുള്ള വയറ്റിൽ നിന്നുള്ള പോക്ക്. ചിലപ്പോൾ ഉറച്ചു പോവും, ചിലപ്പോൾ ലൂസാവും, ചിലപ്പോൾ ബ്ലഡ് കണ്ടെന്ന് വരാം. ഇതിന് പല ഡിഗ്രികളുണ്ട്. ഏറ്റവും കൂടിയ രൂപത്തിൽ വരുമ്പോൾ അത് ബ്ലഡ് സ്ഥിരമായിട്ട് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ സ്ഥായിയായി വയറ്റുവേദന, ദഹനശക്തി കുറവ്, അവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. കാരണം ഇത് വ്രണങ്ങളല്ലേ, ഇൻഫ്ലമേഷനും വ്രണങ്ങളുമാണ്. അപ്പോൾ അവിടെ എപ്പോഴും നമുക്ക് അതിൻ്റെ കൂടെ ബാക്ടീരിയ ഉണ്ടാവും, ടോക്സിൻസ് ഉണ്ടാവും, അവർക്ക് ക്ഷീണം, ഉന്മേഷക്കുറവ്, ഇതെല്ലാം ഇതിനോടുകൂടി ഉള്ള രോഗാവസ്ഥയാണ്. ഇതിന് ഒരു ശാശ്വത പരിഹാരം അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ പറയുന്നില്ല. അവർ ഇതിന് രണ്ട് വിധത്തിലാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഒന്ന്, കൂടുതലും സ്റ്റീറോയിഡ്, കോർട്ടിസോൺ ഗ്രൂപ്പിലുള്ള മെഡിസിൻസ്, പിന്നെ ചില അതിനോടനുബന്ധിച്ചുള്ള ചില മരുന്നുകൾ, പിന്നെ വളരെ കൂടിയൊരു സ്റ്റേജിൽ ഇവർ പലരും സർജറി സജസ്റ്റ് ചെയ്യാറുണ്ട്. വളരെയധികം കേസുകൾ എൻ്റെ ചികിത്സയിൽ എനിക്ക് ക്യൂർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതും അലർജി ഇമ്മ്യൂണോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കൊന്ന് അല്പം കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് വൻകുടലിൻ്റെ ഫങ്ഷൻ? ഇത് വൻകുടലിലാണ് ഉണ്ടാകുന്നത്. വൻകുടൽ എന്ന് പറയുന്നത് നമ്മുടെ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സീക്കം ആൻഡ് റെക്റ്റം എന്ന് പറയും. പിന്നെ മലദ്വാരമാണ്. അപ്പോൾ എന്താണ് വൻകുടലിൻ്റെ ഫങ്ഷൻ? നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങളിലുള്ള വെള്ളം ശരീരത്തിലേക്ക് തിരിച്ചാകിരണം ചെയ്യുന്ന ജോലി ഈ വൻകുടൽ വെച്ചാണ് നടക്കുന്നത്. വെള്ളം തിരിച്ചെടുക്കുക. രണ്ടാമത് നമ്മുടെ സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, അതുപോലെ തന്നെ റെയർ എലിമെന്റ്സ്, ഇതെല്ലാം ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. ഈ ഇലക്ട്രോലൈറ്റ്സിന്റെ അബ്സോർപ്ഷനും അതിൻ്റെ നിയന്ത്രണങ്ങളും ഒരു നല്ല അളവ് വരെ വൻകുടൽ ഭിത്തിയിലാണ് നടക്കുന്നത്. പിന്നെ അതിപ്രധാന ഒരു കാര്യം, ഞാൻ നേരത്തെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുടലിൽ നമ്മളെ സഹായിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. അതിനെയാണ് മൈക്രോബയോം എന്ന് പറയുന്നത്. ഏതാണ്ട് 1.5-2 കിലോ ഓളം ഇവ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവ നമുക്ക് വലിയ ഗുണങ്ങളാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ, നമ്മുടെ ചില ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ടാക്കുന്നതിൽ, നമ്മുടെ ചില മലത്തിന് മാസ് ഉണ്ടാക്കുന്നതിനെല്ലാം ഈ മൈക്രോബയോമിന് വലിയൊരു ഫങ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സും അമിതമായിട്ടുള്ള ഗുളികകളും കെമിക്കൽ മെഡിസിൻ എല്ലാം കഴിക്കും, ഇവയെല്ലാം നശിച്ചു പോകും. ഇന്നത്തെ ഈ രോഗങ്ങളുടെ എല്ലാം ഒരു കാരണം നമ്മൾ ഈ ആവശ്യമില്ലാത്ത പെയിൻ കില്ലർ, സ്വീറ്റ്സും ലോസഞ്ചസും അല്ലെങ്കിൽ മുട്ടായി തിന്നുന്നവരാണ് മനുഷ്യർ ആന്റിബയോട്ടിക്സും അല്ലെങ്കിൽ ഈ പറയുന്ന പെയിൻ കില്ലേഴ്സും എല്ലാം കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാരസെറ്റമോൾ പോലും, ആസ്പിരിൻ പോലും, അല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി വാതരോഗങ്ങൾക്ക് ഇതെല്ലാം കഴിക്കും. ഇതെല്ലാം നമ്മുടെ കുടൽ ഭിത്തികളിൽ വ്രണങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ആമാശയത്തിൽ വ്രണങ്ങൾ ഉണ്ടാക്കാനും തദ്വാര ഇവയെല്ലാം ഒരു സ്ഥായിയായ രോഗങ്ങളിലേക്ക് നമ്മളെ നശിക്കുവാനിടയാക്കും. അപ്പോൾ ഈ ഫങ്ഷൻസ് ആണ് നമ്മുടെ വൻകുടലിൽ നടത്തുന്നത്. ഇതിൻ്റെ സിംറ്റംസ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ മാനേജ്മെന്റിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ രീതിയിൽ എൻ്റെ സെന്ററിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്ത് നോക്കാം. ഒരു സർജറിയോ അല്ലെങ്കിൽ സ്റ്റീറോയിഡോ കൂടാതെ എങ്ങനെ ഇതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇതിനകത്ത് ഭക്ഷണത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഭക്ഷണത്തിന് അതിപ്രധാനം പറഞ്ഞാൽ എല്ലാ മാറാരോഗങ്ങളും, എല്ലാ
സ്ഥായിയായ രോഗങ്ങളിലും ഏറ്റവും പ്രധാനം ഞാൻ പറയുന്നത് ഭക്ഷണത്തിൻ്റെ റോളാണ്. ഭക്ഷണം കറക്റ്റ് ആണെങ്കിൽ ഒരു നല്ല അളവ് വരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിനകത്ത് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ പരീക്ഷണങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഇതിന് വളരെയധികം ഗുണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്തൊരു യുവ അഡ്വക്കേറ്റ് എറണാകുളത്ത് തന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നിരുന്നു. ആ കുട്ടിക്ക് നേരത്തെ ആസ്മ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിന് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് വന്നിരിക്കുന്നത്. പല ചികിത്സകളും ആയുർവേദിക് എമിനൻ്റ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സിന് ചികിത്സകൾ ചെയ്തു. ഫലം കിട്ടാത്തതുകൊണ്ടാണ് എന്നെ വന്നത്. 2 മാസം കൊണ്ട് തന്നെ ആ കുട്ടിക്ക് നല്ല പ്രയോജനം കിട്ടി. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറയാം. അവർ സഹകരിക്കുന്നതോടെ ഞാൻ ആദ്യമേ തന്നെ പറയാം, നിങ്ങൾ ഇന്റർമീഡിയറ്റ്, കാരണം അപ്പം ബോഡിയുടെ ഒത്തിരി ഹീലിംഗ് എനർജി ഇമ്പ്രൂവ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ്, എൻ്റെ പേരാണ് ഗ്രോത്ത് ഹോർമോൺ. ഈ ഗ്രോത്ത് ഹോർമോണാണ് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു സ്ഥാനം. അത് യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരോഗ്യം ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബ്രെയിൻ കോശങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോൺ, അതിൻ്റെ പേര് BDNF എന്ന് പറയും. അതിൻ്റെ ഉൽപ്പാദനം 100% കൂടും. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇത് വളരെയധികം ഗുണം. ഏറ്റവും പ്രധാനം ഞാനിപ്പോൾ അതാണ് പറയുന്നത്. അത് സഹകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ്. പിന്നീട് ഞാൻ കാണുന്നത് ചില വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഇന്റർനാഷണലായിട്ട് നടത്തിയ ഒരു റിസർച്ചിൽ അവർ കണ്ടത് ഈ ക്യാബേജ്, പ്രത്യേകിച്ച് ക്യാബേജിലെല്ലാം ഒത്തിരി വിഷമടിച്ചാണെങ്കിൽ നമ്മൾ പറയും അത് നിങ്ങൾ മഞ്ഞൾ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്വല്പം വിനാഗിരിയിൽ ഇട്ടിട്ട് അത് ശുദ്ധീകരിച്ചിട്ടതിന് ശേഷം ആ ക്യാബേജിന്റെ ജ്യൂസ്, ഈ ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അമിതമായിട്ട് ചെല്ലുന്നാൽ ഈ രോഗത്തിന് അത്ര നല്ലതല്ല നാരുകൾ. അതുകൊണ്ട് അതിൻ്റെ ജ്യൂസ്, ക്യാബേജ് ജ്യൂസ് ഒരു ദിവസം ഒരു ഗ്ലാസ് എങ്കിലും കൊടുക്കുവാൻ ഞാൻ പറയാറുണ്ട്. വളരെ ഗുണം കാണുന്നുണ്ട്. അതുകൂടാതെ അടുത്തത് പറയുന്നത് വീറ്റ് ഗ്രാസ് തെറാപ്പി എന്ന് പറയും. ഞാൻ അതിനെപ്പറ്റി വളരെയധികം ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ട്. പല രോഗികൾക്കും വീറ്റ് ഗ്രാസിൻ്റെ, അതായത് ക്യാൻസർ കോശങ്ങളെ പോലും പുനർജീവിപ്പിക്കുന്നതിൽ ഈ വീറ്റ് ഗ്രാസിന് നമുക്ക് ഏറ്റവും നല്ല ഫ്രഷ് വീറ്റ് ഗ്രാസ് ജ്യൂസാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അത് സാധിക്കാത്തവർക്ക് ഇപ്പം മാർക്കറ്റിൽ നല്ല സ്ഥലത്ത് നമുക്ക് ഓൺലൈനിലെല്ലാം കിട്ടും. വീറ്റ് ഗ്രാസിൻ്റെ പൗഡർ കിട്ടും. അത് 2 സ്പൂണ് വെറും വയറ്റിൽ രാവിലെ കലക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് മുളപ്പിച്ച പയറ്, അതല്ല എന്തെല്ലാം മുളപ്പിക്കാവോ അത് മുളപ്പിച്ചതിന് ശേഷം കറി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഇതിന് ഒത്തിരി ഗുണം ചെയ്യും. പിന്നീട് പ്രകൃതി ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെറ്റ് പാക്ക് എന്ന് പറയും. അതായത് നമ്മളൊരു കുളിക്കുന്ന നമ്മുടെ മലയാളിയുടെ തോർത്താണേലും മതി, ഈ രീതിയിൽ ഏതാണ്ട് ഒരു 1.25 അടി സമചതുരത്തിൽ മടക്കിയിട്ട് പച്ചവെള്ളത്തിൽ മുക്കുക. അമിത തണുപ്പാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കുക. അതിന് പകുതി വെള്ളം പിഴിഞ്ഞിട്ട് വയറിലിടുക. അതിൻ്റെ പുറത്തൊരു ടർക്കി ടവലും കൂടി ഇടുക. ഒരു 1/4 മണിക്കൂർ, ഈവൻ 1 അവർ വരെ, ദിവസം 1 നേരം 2 നേരം വരെ ഇടുക. ദഹനശക്തി കൂട്ടും, അത് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ഉൽപ്പാദനം കൂട്ടും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഇതിനെല്ലാം പ്രത്യേകിച്ച് ഗ്യാസ് ഇതുപോലത്തെ ഇതിനൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് വെറ്റ് അബ്ഡോമിനൽ പാക്ക്. ഇതും ഈ രോഗികൾക്ക് വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഇതിന് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ വൈറ്റമിൻ ന്യൂട്രിയൻ തെറാപ്പി, പ്രത്യേകിച്ച് B കോംപ്ലക്സ്, ഈ അസിഡിറ്റി ഉൽപ്പാദിപ്പിക്കാത്ത വിധത്തിലുള്ള വൈറ്റമിൻ C, വൈറ്റമിൻ Dക്ക് ഇതിന് വലിയ ഒരു സ്ഥാനമുള്ളതായിട്ട് ഇന്റർനാഷണൽ റിസർച്ച് ഇപ്പം കണ്ടിട്ടുണ്ട്. കാരണം വൈറ്റമിൻ Dയുടെ അഭാവം ഇന്ന് വളരെ കോമൺ ആണ്. അമേരിക്കയിൽ പോലും ഒരു സ്റ്റഡി നടത്തിയിട്ട് 80% ആൾക്കാരിൽ വൈറ്റമിൻ D കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ആർക്ക് നോക്കിയാലും ശരാശരി നമുക്കൊരു 60 അതിൻ്റെ നോർമൽ വേണ്ടത്. ഇവിടെ 20, 10 ഇതൊക്കെയാണ്. കാരണം എല്ലാവരും അകത്താണ്, AC-യിലും എല്ലാം അകത്ത്. വെയിൽ നമ്മൾ കൊള്ളുന്നില്ല, നമ്മൾ പേടിച്ചിട്ട് ഫാറ്റ് കഴിക്കുന്നില്ല. ഫാറ്റ് കഴിച്ചിട്ട് വെയിൽ കൊണ്ടാൽ മാത്രമേ വൈറ്റമിൻ D ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അതിനുള്ള ചാൻസ് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നില്ല, അല്പം പോലും വെയിൽ കൊള്ളാതെ. അതുകൊണ്ട് വൈറ്റമിൻ D ഇതിൻ്റെ ചികിത്സയിൽ ഒരു മുഖ്യ പങ്കുണ്ട്. അത് നോക്കിയിട്ട് അറിവുള്ളൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ വൈറ്റമിൻ D നിങ്ങൾ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ പ്രതിരോധ ശക്തി വളരുകയും ഈ രോഗത്തെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ബോഡിക്ക് ഉണ്ടാവുകയും ചെയ്യും. ലാസ്റ്റ്, യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗയ്ക്കും വലിയൊരു സ്ഥാനമുണ്ട്. എൻ്റെ ചികിത്സയിൽ ഞാൻ പറയുന്ന, പ്രത്യേകിച്ച് ആസ്മ പോലുള്ള രോഗങ്ങളിലൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്ഥായിയായ രോഗത്തിൽ നിന്ന് ശാശ്വതമായ ഒരു ക്യൂറിലേക്ക് വരാനും ആ കിട്ടിയ ക്യൂറ് ശാശ്വതമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും യോഗ പോലെ നല്ലൊരു ടൂള് ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. 100 കണക്കിന് 1000 കണക്കിന് എൻ്റെ രോഗികൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മകനും ഡോക്ടറാണ്, ഡോക്ടർ ഏബിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. എറണാകുളത്തും ഞങ്ങളുടെ എല്ലാ പേഷ്യൻസിനും ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരു ട്രെയിനറുടെ കീഴിൽ യോഗ, അതിനുള്ള മത്സ്യേന്ദ്രാസന മുതലായ ആസനകൾ, പിന്നെ മെഡിറ്റേഷൻ, പ്രാണായാമം. മെഡിറ്റേഷനും ഒരു അറിവുള്ള ഒരാളുടെ കീഴിൽ മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. അതുപോലെ പ്രാണായാമം ഇതിന് വളരെ എഫക്റ്റീവാണ്.
അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു വഴിയിൽ കൂടെ, അതായത് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിനിൽ കൂടെ ഇതിനെ സമീപിച്ചാൽ ഇത് മാറാ രോഗം എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ല വൻകുടൽ വ്രണത്തെയും നമുക്ക് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ പറ്റിയുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.